ബീഹാറിലെ സസാറാമിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. വോട്ട് കൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകുന്നു. സസാറാമിൽ നിന്ന് തുടങ്ങി ആരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് 16 ദിവസത്തെ യാത്ര. ഇന്ത്യയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക, ഒരാൾക്ക് ഒരു വോട്ട് എന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങൾ. മല്ലികാർജ്ജുൻ ഖാർഗെ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരും യാത്രയ്ക്കെത്തും. PR അരവിന്ദ് വിശദാംശം നൽകും. അരവിന്ദ്, 12 മണിയോടുകൂടി യാത്ര ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന അറിയിപ്പ്. രാഹുൽ ഗാന്ധി അടക്കം നേതാക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അണികളുടെ എത്ര വലിയ ഒഴുക്കുണ്ട്, എത്ര വലിയ ആവേശമുണ്ട്? വിശദാംശങ്ങളും കാഴ്ചകളും എന്താണ്? സൈഫുദ്ദീൻ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ സസാറാമിലേക്ക് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫ്ലാഗ് ഓഫ് പറഞ്ഞിരുന്നെങ്കിലും രാഹുൽ അതുപോലെ തന്നെ തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ട് എത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവരെത്തിയാൽ വലിയൊരു പോരാട്ടത്തിന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. വലിയ ജനപിന്തുണ ബീഹാറിലെ സസാറാമിൽ ചിത്രത്തിന് RJD അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പ്രവർത്തകർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് തുടരുകയാണ്. എന്തായാലും നിരവധി പ്രവർത്തകർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ കാണുവാൻ വേണ്ടി സസാറാമിലേക്ക് എത്തിയിട്ടുണ്ട്. 16 ദിവസം 1300 കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോർച്ചയും അതുപോലെ തന്നെ വോട്ട് ചോർച്ചയും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ബീഹാറിലുടനീളം പോകുന്നത്. അത് കൃത്യമായി ആ മുദ്രാവാക്യം, കാരണം നിരവധി തെളിവുകളടക്കം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടും അതിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായതിനാൽ കർണാടകയിലടക്കം വോട്ടുകൾ ഇത്തരത്തിൽ കൃത്രിമം നടന്നു എന്ന് രാഹുൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ തെളിവുകൾ ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഈ വാദങ്ങളെല്ലാം തെറ്റെന്ന് മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൃത്യമായി വിഷയം ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഈ പ്രശ്നങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ ലക്ഷ്യമിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബീഹാറിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനു മുൻപ് ഇന്ത്യ സഖ്യത്തിന് ശക്തിപ്രകടന വേദിയായി സസാറാം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 16 ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര സംഘടിപ്പിച്ചത്. അടുത്ത മാസം 1-ന് ബീഹാറിലെ പട്നയിൽ നടക്കുന്ന മെഗാ റാലിയോടുകൂടി ഇന്ത്യ സഖ്യത്തിന്റെ ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനമാകും. പക്ഷേ കൃത്യമായി ബീഹാറിൽ 65 ലക്ഷത്തോളം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും ഉയർത്തിയത്. കാരണം കൃത്യമായി തീവ്ര പരിശ്രമത്തിലൂടെ പ്രതിപക്ഷത്തിൽ അനുകൂലമായി ലഭിക്കേണ്ട വോട്ടുകൾ അടക്കം നീക്കം ചെയ്തു എന്നതാണ് രാഹുൽ ആരോപിക്കുന്നതിലും ശക്തമായ പ്രതിഷേധം തുടരും. കൃത്യമായ മുദ്രാവാക്യങ്ങൾ ഈ യാത്രയിലുടനീളം രാഹുൽ ഉയർത്തും. ഭരണഘടനയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ഒരാൾക്ക് ഒരു വോട്ടെന്ന വ്യവസ്ഥ കൃത്യമായി പാലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് രാഹുലും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടി നേതാക്കളും രാഹുലിന്റെ ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സസാറാമിലെ ഈ മൈതാനത്തേക്ക് എത്തും. അപ്പോൾ തന്നെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ ആരംഭിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുക. അരവിന്ദ്, മുദ്രാവാക്യങ്ങൾക്കും പ്രമേയത്തിനും അപ്പുറം ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനം കൂടിയായി ഈ യാത്രയെ മാറ്റാനാണ് രാഹുലും കോൺഗ്രസും ഇന്ത്യ സഖ്യകക്ഷികളും ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എത്ര കണ്ട് വലിയ തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിയിട്ടുണ്ട്? ആ രീതിയിൽ കൂടി ആളുകൾ, പ്രവർത്തകർ അതിനെ കാണുന്നുണ്ടോ? എത്ര വലിയ ആവേശം അണികൾക്കിടയിലുണ്ട്? ഈ റാലിക്ക് ലഭിക്കുന്നത് കാരണം കൃത്യമായി തെളിവുകളടക്കം മുൻനിർത്തി അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് രാഹുൽ യാത്ര അടക്കം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു, വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ക്രമക്കേട് നടന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ കൃത്യമായ തെളിവ് തങ്ങളുടെ പക്കലുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ കൂടി എത്തിക്കുവാൻ തന്നെ രാഹുൽ അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. വലിയ പിന്തുണ ബീഹാറിലെ സസാറാമിലും ഈ യാത്രയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഒരു ഗ്രാമ മേഖലയാണ്. പക്ഷേ ജനങ്ങളുടെ ഒഴുക്ക്, ഈ വേദിയിലേക്കുള്ള ഒഴുക്ക് കുറയുന്നില്ല. വലിയ ഒഴുക്ക് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾ, കാരണം RJD ആയിട്ടുള്ള പ്രവർത്തകരുണ്ട്, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അങ്ങനെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മൈതാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ ഏറ്റെടുക്കുകയാണ്. യൂത്ത് പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ മറ്റ് പോഷക സംഘടനകളുടെ പ്രവർത്തകരുണ്ട്. കൃത്യമായി രാഹുൽ മുന്നോട്ട് വെച്ച ഓരോ മുദ്രാവാക്യവും ഏറ്റെടുക്കുകയാണ് ബീഹാറിലെ ഓരോ പ്രവർത്തകരും. സസാറാമിൽ നിന്ന് PR അരവിന്ദാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വോട്ടർ അധികാർ യാത്ര, രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര അല്പസമയത്തിനകം തന്നെ സസാറാമിൽ നിന്ന് ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെല്ലാം വേദിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. 16 ദിവസം ബീഹാറിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെയെല്ലാം യാത്ര മുന്നോട്ട് പോകും. യാത്രയിൽ ഇന്ത്യ സഖ്യകക്ഷി നേതാക്കൾ, പ്രത്യേകിച്ചും RJDയുടെ തേജസ്വി യാദവിന്റെ അടക്കം സാന്നിധ്യം ശ്രദ്ധേയമാകും. കോൺഗ്രസ് നേതാക്കളും സഖ്യകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം അണിനിരക്കും. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കുമെന്ന ചോദ്യം
നിലവിൽ മുന്നിലുണ്ട്. കാരണം ഏത് സമയവും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചേക്കാം. അങ്ങനെ ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് ഇങ്ങനെ ഒരു വലിയ യാത്രയുമായി കോൺഗ്രസും ഇന്ത്യ സഖ്യവും എത്തുന്നത്. നേരത്തെ തന്നെ അവിടെ പ്രചാരണവുമായി നരേന്ദ്രമോദി, അമിത്ഷായും അടക്കമുള്ളവർ ബീഹാറിന്റെ മണ്ണിൽ പലകുറി എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെയൊക്കെ ഡിഫെൻഡ് ചെയ്യുക, ടാക്കിൾ ചെയ്യുക, അതിനെ മറികടക്കാൻ ഉള്ള ശ്രമങ്ങൾ കൂടിയായിട്ട് വേണം രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടധികാർ യാത്രയെ കാണാൻ. ആ നിലക്ക് BJP എങ്ങനെയായിരിക്കും ഈ യാത്രയെടുക്കാൻ പോകുന്നത്? അവരുടെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത രീതിയിലായിരിക്കും. PR അരവിന്ദിലേക്ക് വേഗത്തിൽ പോകാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ കണ്ണുകളും, ദേശീയ രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും മുഴുവൻ സസാറാമിലാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഒപ്പം വോട്ട് ചോരി എന്ന അണുബോംബ് വിസ്ഫോടനത്തിന് പിന്നാലെ അതിന്റെ അലയൊലികളും പ്രകമ്പനങ്ങളും നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് ആ പ്രമേയവും ആ മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് അതേസമയം ബീഹാർ തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ട് വോട്ടർ അധികാർ യാത്രയിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒപ്പം ഇന്ത്യ സഖ്യവും കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് പിന്നാലെ അതിന്റെ കരുത്ത് വീണ്ടെടുത്തൊരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു ഫോളോ അപ്പ് എത്ര കണ്ടുണ്ടാവും എന്ന് നോക്കിയിരിക്കുന്നിടെയാണ് ഇപ്പോൾ ഈ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി എത്തുന്നത്. വോട്ടർ ചോരി ആരോപണത്തിന് പിന്നാലെ സംഭരിക്കാൻ കഴിഞ്ഞൊരു ഊർജം ഈ വോട്ടർ അധികാർ യാത്രയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യ കക്ഷികളുടെ നേതാക്കളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റമാണ് ഈ യാത്രയിലൂടെ കൈവരിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ആ യാത്ര തുടങ്ങുകയാണ്. 16 ദിവസം ബീഹാറിന്റെ വിവിധ ഗ്രാമങ്ങളിലൂടെ, ഗ്രാമാന്തരങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ യാത്ര മുന്നോട്ട് പോകും.